സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കോഴിക്കോട് വിമാനത്താവളത്തിൽ പുറത്തുനിന്നുള്ള ടാക്സി വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ പാർക്കിംഗ് ഫീസ് വർധന പിൻവലിക്കണമെന്ന ആവശ്യമുയരുന്നു. ഓഗസ്റ്റ് 16 മുതൽ വാഹന പാർക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ടാക്സി വാഹനങ്ങൾക്ക് കുറഞ്ഞ പാർക്കിംഗ് ചാർജ് 226 രൂപയാണ്. നേരത്തെ 40 രൂപയായിരുന്നു. പാർക്ക് ചെയ്യാതെ വിമാനത്താവളത്തിലെത്തി യാത്രക്കാരിയെടുത്ത് പുറത്തിറങ്ങിയാൽ 283 രൂപയും നൽകണം. ടാക്സി വാഹനങ്ങൾക്കുള്ള ഫീസ് വർധന പിൻവലിക്കുക, നിശ്ചിത സമയത്തിനുള്ളിൽ വാഹനങ്ങൾക്ക് സുഗമമായി എയർപോർട്ടിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സാഹചര്യമുണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ടാക്സി സമരസമിതി കരിപ്പൂർ എയർപോർട്ട് ജംഗ്ഷനിൽ പ്രകടനവും പ്രതിഷേധ സമരവും നടത്തി. ഇത് 11 മിനിറ്റ് ഇവർ ഫ്രീ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ ഇവരെന്താ, ഞങ്ങൾ വണ്ടി അവിടെ 11 മിനിറ്റ് കൊണ്ട് വരുന്നതിന് പകരമായിട്ട് ഇവർ മനഃപൂർവ്വം അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുക. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ 11 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് ആകുമ്പോൾ ഇവർ പറയാം ഞങ്ങൾക്ക് തന്നാൽ പോരാ, ഫ്രീ ടൈം കഴിഞ്ഞിട്ടുണ്ട്, അതിന് പൈസ നിർബന്ധമായിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ബലപ്രയോഗത്തിൽ ഇവർ പൈസ വാങ്ങിക്കൊണ്ടിരിക്കണം. അത് പിടിച്ചു വാങ്ങുക, അതും കൂടി അവസാനിപ്പിക്കണം. ഇവരൊരു ഇളവ് തന്നിട്ടാണ് 11 മിനിറ്റ്, അതുപോലെ നമുക്ക് തരുന്നില്ല. അത് പ്രത്യേകിച്ച് പ്രൈവറ്റുകാർക്കല്ല, നമ്മുടെ ടാക്സിക്കാർക്ക് മാത്രം. പക്ഷേ ഇവിടെ ഇതിലൊരു നിയമം, അത് പ്രൈവറ്റുകാർക്ക് വേറൊരു ഫീസ്, നമ്മുടെ അതും ടാക്സി എന്ന് മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് വരുന്നത്, നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, വയനാട് എല്ലാ ജില്ലകളിലും വരുന്ന സാധാരണക്കാരുടെ ടാക്സി അവരെന്ന് അവർ പിടിച്ചു വാങ്ങുന്നത്. പക്ഷേ ഇത് എയർപോർട്ട് അതോറിറ്റിയുള്ള ടാക്സിക്കാർക്ക് ബാധകമല്ല. പക്ഷേ അങ്ങനെയാണ് ഒരു ഏകീകരണം വേണ്ടത്, അതുപോലും ഇതിലില്ല. എയർ1 ന്യൂസ്, കരിപ്പൂർ. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.